അങ്ങനെ ബംഗാളി മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങനെ ചെറുതായിട്ട് കണ്ട എനിക്ക് നല്ലൊരു പേരുണ്ട്. ഇതാണ് അൽക്കുസിലുള്ള ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ്. എങ്ങനെയൊക്കെ ഒരു പേര് എഴുതി വെച്ചാൽ നമ്മൾ ബംഗാളി മാർക്കറ്റ് തന്നെ പറയുള്ളൂ. ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? എനിക്ക് നാട്ടിലൊക്കെ ഉത്സവപ്പറമ്പിൽ ഗാനമേള കഴിഞ്ഞ് പോകുമ്പോൾ ഇങ്ങനെ കുറേ മിഠായിക്കടലാസും പേപ്പറൂതിയൊക്കെ കിടക്കില്ല, അതുപോലെ തോന്നി. ബംഗാളി മാർക്കറ്റിൽ പോകുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു പോകണോ വേണ്ടായിരുന്നു. ദാറ്റ് ഈസ് ബിക്കോസ് ആഫ്റ്റർ ഗ്രേറ്റ് കൺസൾട്ടേഷൻ ഐ കേം ടു ദ കൺക്ലൂഷൻ പോകാം. വമ്പിച്ച വിലക്കുറവുള്ള സാധനങ്ങൾ കിട്ടുന്ന വഴി കൂടെ പോയ ഏതോ ഒരു ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ തുള്ളിച്ചാടി പോകുന്നത്. ലൈക്ക് എന്തിനു വേണ്ടി തിളയ്ക്കുന്ന സാമർ പോലെ. പിന്നീട് അവിടെ നടന്നത് ആരെയും അതിശയിപ്പിക്കുന്ന ഞങ്ങളുടെ വിലപേശലായിരുന്നു. അറിയാത്ത മുറിയേന്തി പച്ച മലയാളം പോലെ ഒരു എളുപ്പമില്ലാതെ പറയാൻ പഠിച്ചു. പിന്നെ ഈ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ, പുള്ളിയോട് ബാർഗെയിൻ ചെയ്ത് കുറേ വെജീസ് ഞങ്ങൾ വാങ്ങി. ബട്ട് ലാസ്റ്റിൽ അയാൾ പറഞ്ഞു വീഡിയോ എടുക്കുന്നതിന് 5 ദിറംസ് അങ്ങോട്ട് കൊടുക്കണം. മഴ കട്ടൻ ചായ ജോൺസൺ മാഷ് എന്ന കോംബോയ്ക്ക് ശേഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ബംഗാളി മാർക്കറ്റ്, ബംഗാളി ആൻഡ് പച്ചക്കറി. നല്ല കോമ്പിനേഷൻ അല്ലേ? നല്ല ബാർഗെയിനിങ് സ്കിൽ ഉള്ള ഒരാളാണെങ്കിൽ ഷുവർ ആയിട്ട് വന്ന് നിങ്ങൾ ഇവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. പേര് കേൾക്കുമ്പോൾ ഭയങ്കര തിരക്ക് ഒച്ചപ്പാടും ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കും. ബട്ട് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ടാണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല സെക്യൂരിറ്റീസ് ഉണ്ട്. വി ഫൗണ്ട് നാട്ടിലെ പോലത്തെ ഒരു തങ്കമ്മ ചേച്ചി. അവരിത്ര ബാലൻസ്ഡ് ആയിട്ടാണ് ഇത്രയും തിരക്കിൽ ഈ സാധനമൊക്കെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾ കുറേ ആലോചിച്ചു. ഇരുന്ന് ആലോചിച്ചു, നടന്നാലോചിച്ചു, നിന്നും ആലോചിച്ചു.